ബ്രിട്ടനിൽ വീശിയ ഡാറ കൊടുങ്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബ്രിട്ടനിലെ ആളുകൾ ഭീതിയുടെ നിഴലിൽ കഴിയുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ മേഖലകളിലെ 86,000-ഓളം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. ശക്തമായ മഴയെ തുടർന്ന് നിലവിൽ രാജ്യം മുഴുവനും പ്രളയമുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 30 ലക്ഷം ആളുകൾക്കാണ് സർക്കാർ അടിയന്തരമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് ബ്രിട്ടനെ ആശങ്കയിലാഴ്ത്തിയ അതിശക്തമായ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. വെയിൽസിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലുമുള്ള താമസക്കാരോട് പകൽ 3 മണി മുതൽ 11 മണി വരെ വീടിനുള്ളിൽ തന്നെ തുടരാൻ സർക്കാർ നിർദ്ദേശം നൽകി. ശക്തമായ മഴയെ തുടർന്ന് വ്യോമഗതാഗതം താറുമാറായി. നെതർലാൻഡിലെ ഷിഫോൾ എയർപോർട്ടിലെയും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. വെയിൽസിന്റെ വടക്കൻ തീരത്ത് ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. വെയിൽസിനും തെക്കൻ ഇംഗ്ലണ്ടിനും എതിരെയുള്ള പ്രധാനപ്പെട്ട പാലങ്ങളും താൽക്കാലികമായി അടച്ചു. അയർലൻഡിൽ 4 ലക്ഷത്തിലധികം വീടുകളിലാണ് വൈദ്യുതി വിതരണം മുടങ്ങിയത്. കൊടുങ്കാറ്റുണ്ടായ സാഹചര്യത്തെ തുടർന്ന് യുകെയുടെ മെറ്റ് ഓഫീസ് റെഡ് വാർണിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ കാറിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചതായും ലങ്കാഷെയർ പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങളും വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയാക്കുന്നതിനുള്ള ശ്രമങ്ങളും തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുവാൻ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് ബ്രിട്ടൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.